ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ 6 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 6 മുട്ടേൻ്റെ മഞ്ഞയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതെടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മഞ്ഞ എടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ചെയ്യേണ്ടത്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് അതിൽ ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വേണ്ടത്. എന്നാലും അത് തട്ടാൻ പാടില്ല കേട്ടോ ആ വെള്ളത്തിൽ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ തട്ടാതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കട്ടോ. അതിങ്ങനെ നന്നായി വെന്ത് വരും കേട്ടോ. അങ്ങനെ അത് കായ് വരും, അതിന് വേണ്ടിയിട്ടാണ്. മുട്ടയല്ലേ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് നല്ല ക്രീമി ടെക്സ്ചറായി വരും, അപ്പോഴാണ് കേട്ടോ നിർത്തേണ്ടത്. കണ്ടതുപോലെ നല്ല ക്രീമായിട്ട് വരും കേട്ടോ. നല്ല കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതിലേക്കില്ലേ ക്രീം ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ചീസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വേണമെങ്കിൽ കണ്ടു നോക്കുക. അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്തിട്ട് കേട്ടോ. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണേ. അതും കൂടി ചേർത്തിട്ട് നന്നായി അതും ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആ മുട്ടയുടെ മിക്സിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ചീസും കൂട്ടി റെഡിയാക്കി വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നന്നായിട്ട് ഇതിലേക്ക് ഞാൻ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ രണ്ടും കൂടി. നല്ല മിക്സ് ആയതിന് ശേഷം ഇത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കോഫിയുടെ ടേസ്റ്റുള്ളവർക്ക് കോഫി ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ബൂസ്റ്റ് പൗഡർ ഇട്ടതെന്നുള്ളൂ. ഇനി ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആറാറോട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. അതിങ്ങനെ ഓരോന്ന് മുക്കിയിട്ട് ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം മൊത്തമായിട്ട് ട്രയലൊന്ന് നിരത്തി കൊടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്രീമില്ലേ അതിട്ട് കൊടുക്കുക കേട്ടോ. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയാൽ ആർക്കും നഷ്ടമാവില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് കോഴിമുട്ട ചേർത്തു എന്ന് വിചാരിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ് കേട്ടോ. അതുണ്ടാക്കി നോക്കിക്കോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. വീണ്ടും ഇതുപോലെ തന്നെ ക്രീം മേളിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ക്രീം കൊണ്ട് ട്രേ മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ
കൊക്കോ പൗഡർ ഇട്ടാലും മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഞാൻ ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്ന് തരിയായിട്ട് വല്ലാതെ വരുന്നില്ല. അത് വലിയ തരിയായിരുന്നു. കൊക്കോ പൗഡർ കയ്യിലുള്ളവർ അതന്നെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ബൂസ്റ്റ് പൗഡറോ കോഫി പൗഡറോ ഒക്കെ ഇട്ട് കൊടുക്കുക. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ബൂസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിനി അധികം തണുപ്പിക്കാനൊന്നും വെച്ചിട്ടില്ല. കുറച്ച് ടൈം വെച്ചിട്ട് ഞാൻ അത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് കിട്ടിയില്ല എടുക്കാൻ. നിങ്ങൾ നല്ല തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.